സോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ലൈക്ക് ഇവിടെ ഇങ്ങനെ ബ്രെത്തിൻ്റെ ഒരു എക്സസൈസാണ്. ജോലൈനെ ഇല്ല. അപ്പം നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതെന്ന് മനസ്സിലാക്കിയതിന് ഇന്നത്തെ വീഡിയോ ഒന്നും നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ എങ്ങനെ നിങ്ങളുടെ ഫേസ് ജോലൈൻ ലൈക്ക് ഫേസിലെ ജോലൈൻ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരികയും അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. സോ എന്താണ് ജോലൈൻ? ജോലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഈ ഒരു ഭാഗം ആണ് നമ്മുടെ ജോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജോ ലൈൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡെഫിനിഷനെയാണ് ജോ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസിനെ സംബന്ധിച്ച് നമ്മുടെ ഇത്രയും ഭാഗം നമ്മുടെ ഹെയർ ആണ്. ഹെയറിനെ നമുക്ക് എങ്ങനെ വേണോ വളർത്തി എങ്ങനെ വേണോ വെട്ടി. അപ്പം ഹെയർ വളർത്തുന്ന കേസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇടാം, എങ്ങനെ ഹെയർ ഗ്രോത്ത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല, നമുക്കിപ്പോൾ ജോ ലൈനെ പറ്റി പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ഹെയർ ഉണ്ട്. ഹെയർ നമുക്ക് എങ്ങനെയാണോ വളർത്തി എങ്ങനെയാണോ വെട്ടി നമുക്ക് ഏത് ഷേപ്പിലാണോ ഏതൊരു ഡെഫിനിഷനിലോട്ടോ ആക്കാൻ പറ്റും. പക്ഷേ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ മെയിനായിട്ട് നമ്മളെ ഫേസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ജോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോയിൻ്റെ ഷേപ്പാണ് ബാക്കിയുള്ള നമ്മളെ ഫേസിനെ ഡെഫിനേറ്റ് ചെയ്യണം. ഇവിടെ ഇത്ര ഇങ്ങനെ ഫ്ലാറ്റ് അതായത് ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ആണെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആവും, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ഷേപ്പ് ആവും, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവൽ ഷേപ്പ് ആവും. അപ്പം ഈ ഒരു ജോയിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പും ഫേസിൻ്റെ ഡെഫിനേഷനും ഫേസിൻ്റെ ബ്യൂട്ടിയും എല്ലാം ഇരിക്കണം. സോ ജോ ലൈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ എങ്ങനെ അത് എൻഹാൻസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. സോ നമ്മൾക്ക് എങ്ങനെ ജോ ലൈൻ എൻഹാൻസ് ചെയ്യാം? അപ്പോൾ ഇതിന് 3 സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സെക്കൻഡ് എന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് ഹാബിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. തേർഡ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലും കുറച്ച് എക്സ്ട്രാ ഐറ്റംസും. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കേസ് നിങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യമേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നില്ല. ഫുഡ് ഹാബിറ്റ്സ് ലാസ്റ്റ് പറയാം. അത്രയും കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഫുഡ് ഹാബിറ്റ്സും കൂടെ വെച്ച് ജോ ലൈൻ എൻഹാൻസ് ചെയ്താൽ മതി. അതിന് മുന്നത്തെ നമുക്ക് എക്സസൈസസ് കുറച്ച് പറയാം. എക്സസൈസസ് വലിയ ടാസ്ക്കുള്ള എക്സസൈസ് ഒന്നുമല്ല, എളുപ്പമായിട്ട് ഉള്ള എക്സസൈസാണ്. സോ നമുക്ക് ഫസ്റ്റ് എക്സസൈസ് എന്ന് വെച്ചാൽ ബ്രെത്തിൻ്റെ ഒരു എക്സസൈസാണ്. കാരണം അപ്പോൾ നമ്മൾ ചോദിക്കും ബ്രെത്ത് എങ്ങനെയാണ് ഈ ജോ ലൈൻ ലൈക്ക് ഇൻവോൾവ് ആവുന്നത്. പക്ഷേ ബ്രെത്തിന് ഭയങ്കര വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോസ് വഴിയല്ലേ ബ്രെത്ത് എപ്പോഴും എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ മൗത്ത് വഴി എടുക്കുന്നുണ്ട്. അത് കാരണം ഈ ഫേസ് ഷേപ്പ് കുറച്ച് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെത്ത് മെത്തേഡ്സ്. അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം 3 സെറ്റ് ഇൻറ്റു 3, അതായത് നിങ്ങൾ ഫസ്റ്റ് മൗത്ത്, അതായത് ഇൻഹെയിൽ ത്രൂ മൗത്ത് ആൻഡ് എക്സ്ഹെയിൽ ത്രൂ മൗത്ത്, അതൊരു 3 പ്രാവശ്യം. അതിനുശേഷം ഇൻഹെയിൽ ത്രൂ മൗത്ത് ആൻഡ് എക്സ്ഹെയിൽ ത്രൂ നോസ്, അതൊരു 3 പ്രാവശ്യം. പിന്നെ ഇൻഹെയിൽ ത്രൂ നോസ് ആൻഡ് എക്സ്ഹെയിൽ ത്രൂ നോസ്, അതൊരു 3 പ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യണതിൽ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ മൗത്ത് ടു മൗത്ത് ആയിരുന്നു, പിന്നെ നിങ്ങൾ മൗത്ത് ടു നോസ് ആണ് നിങ്ങൾ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം പിന്നെ നിങ്ങൾ നോസ് ടു നോസ്, അതായത് നിങ്ങളുടെ ബോഡിക്ക് ഒരു കമാൻഡ് കൊടുക്കും പോലെയാണ്. ഒറ്റയടിക്ക് നീ നോസ് ടു നോസ് ആക്കുക എന്ന് ബോഡിയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, അത് മൈൻഡിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് പോലെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അതൊന്ന് രാവിലെ എണീച്ച് ഇതൊരു യോഗ പോലെ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പോലെയും നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബോഡിക്ക് ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ നോസ് ടു നോസ് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് മൗത്ത് ടു നോസ് ടു മൗത്ത്, അങ്ങനെ നമ്മൾ ഇൻഹെയിൽ എക്സെയിലിൻ്റെ പാറ്റേൺ ഭയങ്കര ഡിഫറെൻറ്റ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോസ് ടു നോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ നേസൽ കനാലൊക്കെ ഓപ്പൺ ആയിട്ട് ഇവിടുത്തെ കുറച്ച് മസിൽസൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ മസിൽസാണ് ഇവിടുത്തെ ഒരു പാർട്ടിൻ്റെ ഒരു ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യണം. പക്ഷെ നമ്മൾ മൗത്ത് വഴി ഇൻഹെയിലോ എക്സെയിലോ ഒക്കെ ചെയ്യുമ്പം ഇവിടുത്തെ അകത്തുള്ള മസിൽസാണ് കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഫേസിന് വരത്തില്ല. സോ ഓൾവേസ് റിമെമ്പർ ടു പ്രാക്ടീസ് ദിസ്. അപ്പം ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിക്ക് ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ നോസ് ടു നോസ് ഇൻഹെയിൽ ആൻഡ് നോസ് എക്സെയിൽ മാത്രമേ ചെയ്യാവൂ, നോയിങ്ലി ഓർ അൺനോയിങ്ലി ഇൻ സ്ലീപ്പ് ആസ് വെൽ. അപ്പം ഉറക്കത്തിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇൻറ്റു 3 ടൈംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത് വലിയൊരു ഫാക്ടറാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ മ്യൂവിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മ്യൂവിങ് എന്ന് പറയുന്നത് കുറേ കേട്ടത് തന്നെ, നീ പറയേണ്ട, നമുക്കറിയാമെന്ന്. പക്ഷേ അത് വലിയൊരു ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ പോലെ ഇപ്പോൾ ഇരിക്കുന്നത്, നമ്മളിപ്പം വർഷങ്ങളായിട്ട് നമ്മൾ നടക്കുകയും ഇരിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്ത് പോപ്കോണൊക്കെ കഴിച്ച് സിനിമയ്ക്കൊക്കെ പോയി നമ്മൾ അറിയുന്നില്ല നമ്മൾ നാക്ക് എവിടെയാണ് പൊസിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നാക്ക് മൗത്തിൻ്റെ ക്യാവിറ്റിക്ക്, അതായത് അപ്പർ ജോ ആസ് വെൽ ആസ് ലോവർ സൈഡിൻ്റെ അകത്ത് നമ്മളെ നാക്ക് കിടന്നിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അത് ഉള്ള എല്ലാ സർക്കംഫറൻസും എടുത്ത് ഇങ്ങനെ റിലാക്സ് ആവും. ഈ നാക്കിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ നാക്ക് നമ്മൾ കൂടുതൽ പ്രോപ്പർ ട്രെയിനിങ് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ
ഓട്ടോമാറ്റിക്കലി നാക്ക് ഇങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ മസിൽസും റിലാക്സ്ഡ് ആവും. ഇത് ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇവിടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈറ്റ്നെസ്സും ഇവിടെ ആ ഒരു സ്റ്റിഫ്നെസ്സും വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോയിങ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ അപ്പർ ടീത്ത്, ലൈക്ക് അപ്പർ ടീത്തിൻ്റെ ഈ സൈഡ്, അപ്പർ ടീത്തിൻ്റെ ഇവിടെ നാക്ക് കൊണ്ട്, നാക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും കിടക്കുന്നത്, നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ എപ്പോഴായാലും നിങ്ങൾ പേർപ്പസ്ഫുള്ളി നാക്കിനെടുത്തത് ഇതിൻ്റെ അകത്തിങ്ങനെ ലൈക്ക് ഇവിടെ ഇങ്ങനെ ടച്ച് ആവുക, എന്നിട്ട് മൗത്ത് ഫുള്ള് ക്ലോസ് ചെയ്യണം. അതായത് നിങ്ങൾ പേർപ്പസ്ഫുള്ളി നാക്കിന് മുകളിൽ ലൈക്ക് അപ്പർ ടീത്തിൻ്റെ റൂഫിൽ കൊണ്ടുവന്ന് സ്റ്റക്ക് ചെയ്ത് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നാക്കിൽ കുറച്ച് പ്രഷർ എക്സേർട്ട് ആകുമ്പോൾ ഇവിടുത്തെ മസിൽസ് കുറച്ച് ആക്ടിവേറ്റ് ആവും, കുറച്ച് ടൈറ്റ് ആവും, ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. അങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റിഫ്നെസ് വരും, ഇവിടെ കുറച്ച് വോളിയം വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ഫീൽ ആവും. ഇതൊരു 1-2 വീക്സ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫീൽ. അപ്പോൾ ഇത് നിങ്ങൾ പേർപ്പസ്ഫുള്ളി നിങ്ങൾ നടക്കുമ്പോഴോ ജസ്റ്റ് നിങ്ങൾക്ക് ഫേസ് ജോലൈൻ എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ നാക്കിനെ റൂഫ് ലൈക്ക് ടങ്ക് അപ്പർ ടീത്തിൻ്റെ റൂഫിൽ ഇങ്ങനെ സ്റ്റക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇതാണ് എക്സസൈസ് നമ്പർ 2. ആൻഡ് തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ഈസ് നെക്കിൻ്റെ എക്സസൈസാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് നെക്കും ഇതുമായിട്ട് എന്താണ് ബന്ധം? നെക്കും ഇതുമായിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജനറേഷൻ്റെ പ്രത്യേകിച്ചുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഫോണൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ നെക്ക് ഭയങ്കരമായിട്ട് സ്വള്ളനായി, ലൈക്ക് നമ്മുടെ നെക്കിൻ്റെ ഇവിടുത്തെ മസിൽസൊക്കെ ഭയങ്കര ടൈറ്റായി, ഇവിടുത്തെ മസിൽസൊക്കെ ഭയങ്കര ലൂസുമായി. ഓക്കെ, പക്ഷേ അപ്പം ഇങ്ങനത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോ ലൈൻ ഓൾറെഡി ഡിപ്ഡാണ്. ഓക്കെ, ഓൾറെഡി ജോ ലൈൻ ഡിപ്ഡ് ആകുമ്പോൾ നമ്മൾ ഇതിനെ മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോഡീനെ മൊത്തത്തിൽ ഈ ഷോൾഡർ മസിൽസൊക്കെ ഉപയോഗിച്ച് ബാക്കിലോട്ട് സ്ട്രെച്ച് ആകുമ്പം ഈ ഒരു അവസ്ഥയാവും. അതായത് നിങ്ങൾ കാണുന്നത് ഈ ഒരു അവസ്ഥ പോലെ ആവും. അപ്പം ജോ ലൈനേ ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ പോസ്ചറേ തെറ്റാണ്. അപ്പോൾ ഈ പോസ്ചർ ഡെവലപ്പിംഗ് ആണ് അടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒന്ന് ഫേസാണ് മുകളിലോട്ട് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ വെച്ച് നമ്മളെ ഫേസിനെ നേരെ ആക്കുമ്പോൾ നമ്മുടെ പോസ്ചറും തെറ്റും, നമ്മുടെ ജോലൈൻ ഒരിക്കലും ഡെവലപ്പ് ആകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മസിൽസ് എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ മസിൽസ്, ഈ ഭാഗത്തെ മസിൽസും ഈ നെക്കിൻ്റെ ബാക്കും നെക്കിൻ്റെ ഫ്രണ്ടും, ഈ 2 മസിൽസും എൻഹാൻസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഒന്ന് ടൈറ്റ് ആകുമ്പോൾ ഇവിടെ ഇത്രയും ഭാഗം വലിയുമ്പോൾ ഇവിടെ ജോലൈൻ സ്പെസിഫിക് ആയിട്ട് വരും. അതേപോലെ ഇവിടെ ഇത്രയും ടൈറ്റ് ആകുമ്പോൾ ഇത്രയും ഭാഗത്തുള്ള സംഭവം വലിയതിനനുസരിച്ച് ഇവിടുത്തെ ജോലൈനും കുറച്ച് ടൈറ്റ് ആകും. അപ്പോൾ അതിൻ്റെ ഉള്ള എക്സസൈസാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ എക്സസൈസാണ്. അത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റിഫായിട്ട് ലൈക്ക് സ്റ്റില്ലായിട്ടിരുന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ. ഇതൊരു 5 അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്യുക. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെതാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തുള്ള മസിൽസ് കുറച്ച് ആക്ടിവേറ്റ്. അതുപോലെ നിങ്ങൾക്ക് ബാക്ക് നെക്കിൽ ചെയ്യേണ്ട എക്സസൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മസിൽസ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്ക് ബാക്കിലോട്ടും കുറച്ച് സ്റ്റിഫല്ല കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ബാക്കിലോട്ടും മസിൽസും ഡെവലപ്പ് ആവും. അതേപോലെ ഫ്രണ്ട് നെക്ക് കുറച്ചൊന്ന് സ്റ്റിഫ് ആകുമ്പം ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ചെറിയൊരു സ്കിന്ന് വലിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആ ഒരു ഡെഫിനേഷൻ കുറച്ചുകൂടെ ഷാർപ്പാവും. ഇത് 3 നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് 3 ഡെവലപ്പ് ചെയ്ത് ലൈക്ക് ഇത് 3 എക്സസൈസ് ആയിട്ട്. അപ്പോൾ ഇത് 3 ഡെവലപ്പ് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കലി വിത്തിൻ എ സ്പാൻ, ഐ പ്രോമിസ് വിത്തിൻ എ സ്പാൻ ഓഫ് 2 വീക്സ് നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞ സംഭവങ്ങൾ കറക്റ്റ് പോസ്റ്റർ കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ എ സ്പാൻ ഓഫ് 2 വീക്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ചെങ്കിലും മാറ്റം വരും. ആൻഡ് ഇഫ് യു ആർ പാഷനേറ്റ് ഇനഫ്, ഭയങ്കര പാഷൻ, അതായത് ഭയങ്കര ഡിറ്റർമിനേഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഫുഡ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഫാറ്റ്സ്, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഫാറ്റ്, നിങ്ങൾക്കത് കോമൺ സെൻസാണ് ആക്ച്വലി. ബോഡി ഫാറ്റ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തേക്ക് പഫ്നെസ് ഒക്കെ കുറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിലെ പഫ്നെസ് ഒക്കെ കുറഞ്ഞ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഡെഫിനിറ്റ് ലൈക്ക് പുറത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഷുഗർ ഫ്രീ ഗമ്മ്, അത് വലിയൊരു ഫാക്ടറാണ്. ഷുഗർ ഫ്രീ, അപ്പോൾ കുറച്ച് പേര് പറയാതെ ചുമ്മയാണ്, പക്ഷേ ഷുഗർ ഫ്രീ ഗമ്മ്, കുറച്ച് ഹാർഡായിട്ടുള്ള ഗമ്മ് കിട്ടിയ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന സെൻറ്റർ ഫ്രഷ് ആണ്. സെൻറ്റർ ഫ്രഷ് നല്ലതാണ്, പക്ഷേ ഷുഗർ ഉള്ളതാണ്, കൂടുതൽ കൺസ്യൂമും ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അത് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ ലൈക്ക് ഒരു 5 എണ്ണമെങ്കിലും ഒരു റിസർവായിട്ട് കയ്യിൽ എപ്പോഴും വച്ചേക്കും. ചുമ്മാ ബോറടിക്കുമ്പോൾ ഒന്ന് എടുത്ത് ചവച്ചുകൊണ്ടിരിക്കും. അത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഷുഗർ ഫ്രീ ഗമ്മ് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഹാർഡായിട്ടുള്ള ഷുഗർ ഫ്രീ ഗമ്മ് കിട്ടണമെങ്കിൽ അത് ബെസ്റ്റ് ഓപ്ഷനാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഭാഗത്തുള്ള സംഭവം നമുക്ക് ഇഷ്ടമുള്ളതല്ല. അപ്പോൾ നല്ലൊരു ഹെയർ കട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ഫേസ് കുറച്ച് ഇവിടെ കുറച്ച് സ്ട്രെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബസ് കട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് ലോ ഫെയ്ഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ബസ് കട്ട് ചെയ്ത് ഇവിടെ നല്ല വൃത്തി ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. അപ്പം ഇത്രയും ഭാഗത്തും കൂടെ നിങ്ങൾ ഇത്രയും ഭാഗം മാത്രം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും ഭാഗത്ത് നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നല്ലൊരു ഹെയർ കട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ. സോ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ലെങ്തി ആയെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരുവിധം കുറച്ച് റിസർച്ച് ചെയ്ത് കുറച്ച് എഫേർട്ട് ഇട്ടാണ് ഇത്രയും സംഭവങ്ങൾ കണ്ടുപിടിച്ചത്, നിങ്ങളിലോട്ട് എത്തിച്ചത്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കണ്ടൻസ് നിങ്ങളുടെ സർക്കിളിൽ നിന്ന് ഇതുപോലത്തുള്ള കണ്ടൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് എനിക്ക് അതിൽ കൂടുതൽ പിച്ചും ചെയ്ത് കുറച്ച് ഡെഡിക്കേറ്റഡ് വീഡിയോസ് ചെയ്യാനും ഒരു വീക്കെൻഡ്സിന് നേരത്തെ പോലുള്ള വീക്കെൻഡ്സ് മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ റിസർച്ച് ചെയ്ത് ആ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡുള്ള വീഡിയോ ചെയ്യാനും നിങ്ങളുടെ ഇൻപുട്ട് എൻ്റെ ഔട്ടായിട്ട് വരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അൺഫിൽറ്റേഡ് കണ്ടന്റുമായി ഞാൻ വരുന്നത് വരെ ദിസ് ഇസ് മി യുവർ ബോയ് സൈനിങ് ഔട്ട്. ടാറ്റാ ഗൈസ്.